ആളിന്റെ മെജോറിറ്റി ഓഫ് പോർഷനും സ്പേസ് പദ്ധതി നടപ്പാക്കുന്നതിന് വേണ്ടി വിട്ടുകൊടുത്തതാണ്. അപ്പൊ അങ്ങനെ ഏതാണ്ട് 3 ലക്ഷം രൂപ ചെലവഴിച്ച് കേരളത്തിൽ ആദ്യമായിട്ട് തന്നെ സ്പേസ് പദ്ധതി പൂർത്തിയാക്കിയത് കൊട്ടാരക്കര BRCയുടെ നേതൃത്വത്തിൽ ഈ സ്കൂളിലാണ് എന്നുള്ളതാണ് എന്റെ വസ്തുത. അപ്പൊ അതിനുശേഷം നമ്മുടെ കേരള സംസ്ഥാനത്ത് വിവിധ സ്ഥലങ്ങളിൽ ഈ സ്പേസ് പദ്ധതിയുമായിട്ട് പ്രോഗ്രാം നടത്തുന്നത്, അത് എങ്ങനെയാണ് നടപ്പാക്കിയത്, എങ്ങനെയാണ് നിങ്ങൾ ആ പദ്ധതികൾ ചെയ്തത് എന്ന് നിരന്തരമായിട്ട് എൻ്റെ അടുത്ത് ആളുകൾ വിളിച്ചു ചോദിക്കുമായിരുന്നു. അപ്പൊ നമ്മൾ അത്തരം കാര്യങ്ങളൊക്കെ അവരെ അറിയിച്ചിട്ടുണ്ട്. അങ്ങനെ കേരളത്തിൽ പല ഭാഗത്തും ഈ സ്പേസ് പദ്ധതിയുടെ പ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ട്. നമ്മുടെ സ്കൂളിനെ സംബന്ധിച്ച് നൂർജഹാൻ ടീച്ചറിന്റെ നേതൃത്വത്തിൽ ഈ കുട്ടികളെ എല്ലാം നല്ല രീതിയിൽ പരിഗണിക്കുന്നതിന്റെ ഭാഗമായിട്ട് സ്പേസിന്റെ പ്രോഗ്രാം വളരെ മനോഹരമായ രീതിയിൽ യാതൊരു തടസ്സവുമില്ലാതെ മുമ്പോട്ട് നടന്നുകൊണ്ടു പോവുകയാണ്. ഈ കുട്ടികളെ പൊതുവിദ്യാഭ്യാസത്തിന്റെ ഭാഗമാക്കി മാറ്റിയതിന്റെ ഭാഗമായി എല്ലാ സ്കൂളുകളിലും ഇന്ന് ഇത്തരം കുട്ടികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം സംജാതമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്റെ വസ്തുത. എന്റെ സ്കൂള്, ഈ സ്കൂളിൽ ഹയർ സെക്കൻഡറിയിലും ഹൈസ്കൂളിലും ഉൾപ്പെടെ ഒട്ടനവധി കുട്ടികൾ തീർച്ചയായിട്ടും പഠിക്കുന്നുണ്ട്. പഠനത്തിൽ മാത്രമല്ല, പാഠ്യേതര പ്രവർത്തനങ്ങളിലും അവരുടെ മികവ് വളരെ വലുതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഹയർ സെക്കൻഡറിയിൽ ഒരു കുട്ടി ഉണ്ടായിരുന്നു. തുല്യമായ രീതിയിൽ കണ്ടാൽ സാറ് ഒറിജിനൽ, അങ്ങനെ ഒരു ഫോട്ടോ ആ കുട്ടി വരച്ച് സാറിന് ഈ വലിയ വേദിയിൽ സംഭാവന ചെയ്തപ്പോഴാണ് ഇവിടെ ഇരുന്ന എല്ലാ ആളുകളും വിചാരിച്ചത് ഇത്രത്തോളം കഴിവ് ഈ കുട്ടിക്കുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ പഠനത്തോടൊപ്പം പാഠ്യേതര പ്രവർത്തനങ്ങളിൽ ഉന്നത നിലവാരം പുലർത്തുന്ന രീതിയിലേക്ക് കുട്ടികൾ മാറുന്നുണ്ട്. അവരുടെ കഴിവുകളെ തീർച്ചയായും ഞാൻ 2005 മുതൽ 2020 സെപ്റ്റംബർ വരെ ഈ സിസ്റ്റത്തിലെ അംഗമായിരുന്നു. നമുക്കറിയാം, ഒരു പഞ്ചായത്തിൽ 100 ഭിന്നശേഷി കുട്ടികളുണ്ടെങ്കിൽ തുടക്ക കാലഘട്ടത്തിൽ 2002-2003 2-3 കുട്ടികളായിരിക്കും സ്കൂളിൽ പോകും. SSK ഏറ്റെടുത്ത ഏറ്റവും വലിയ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് ഭിന്നശേഷി കുട്ടികളെ പുനരുജ്ജീവിപ്പിച്ച് സ്കൂളുകളിൽ എത്തിക്കുക എന്നുള്ളത്. അതിനുവേണ്ടി അന്ന് ഉണ്ടായിരുന്ന റിസോഴ്സ് ടീച്ചർമാർ ഓരോ പഞ്ചായത്തിലെ അംഗൻവാടികളുമായി ബന്ധപ്പെട്ടും സ്കൂളുകളുമായി ബന്ധപ്പെട്ടും ഈ കുട്ടികളെ തിരഞ്ഞു പിടിച്ച് അവരുടെ വീടുകളിലെത്തി ഓരോ വീട്ടിലും എത്തിച്ചേർന്ന് അവിടെ ആളില്ലെങ്കിൽ അവരെ കാത്തിരുന്ന് അല്ലെങ്കിൽ വേറൊരു ദിവസം അവരെ സന്ദർശിച്ച് ഈ കുട്ടികളുടെ വിവരങ്ങൾ ശേഖരിച്ചു. പല വീടുകളും ചെല്ലുമ്പോൾ അവിടെ അങ്ങനെ ഒരു കുട്ടി ഉണ്ടാകും, പക്ഷെ അവർ സമ്മതിക്കത്തില്ല. സാധാരണ ഒരു കുട്ടിയെ പോലെ തന്നെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും അധികം പ്രവർത്തിച്ചിട്ടുള്ളത് കേരളത്തിലെ SSKയുടെ പ്രവർത്തനങ്ങളാണ്. നമ്മൾ എന്നും ഓർക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഉത്തരവാദിത്വത്തിന്റെ ആലീസൽവന്മാരെന്ന് പറയും. അപ്പൊ നിങ്ങൾ എല്ലാവരും തന്നെ, നമ്മുടെ റിസോഴ്സ് ടീച്ചേഴ്സ് എല്ലാവരും തന്നെ ഉത്തരവാദിത്വത്തിന്റെ ആലീസൽവന്മാരായി മാറുകയാണ്. നമ്മുടെ മഹാഭാരതത്തിൽ നമ്മുടെ അർജുനൻ ഞാൻ വെച്ചുകൊണ്ട് തന്നെ ലക്ഷ്യത്തിലേക്ക് മുന്നേ വയ്ക്കുന്ന അർജുനൻ നമ്മൾ കാണാറുണ്ട്. അപ്പം ആ അർജുനന്റെ ഇച്ഛാശക്തി അല്ലെങ്കിൽ അർജുനന്റെ ഏകാഗ്രത, ആ അർജുനന്റെ ഏകാഗ്രതയാണ് ഇവരുടെ ഇന്ദ്രിയ ന്യൂനതയെ നമ്മൾ പറയും. ഇന്ദ്രിയ ന്യൂനതയുടെ ജാഗ്രത, ആ ഏകാഗ്രതയ്ക്കകത്ത്